അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ച് ഖത്തറിലെ ദോഹയിൽ സ്ഫോടനങ്ങൾ നടത്തിയ ഇസ്രായേലിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി അൽ താനി ഇത്ര രൂക്ഷമായ ആക്രമണം നടത്തിയ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ച ഇസ്രായേലിനോട് ഇസ്രായേലിലെ ജൂതബന്ദികളുടെ കാര്യമെല്ലാം ഇനി മറന്നേക്കൂ എന്നാണ് അൽ താനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി പിടിച്ചുകൊണ്ടുപോയ ബന്ദികളാക്കിയിട്ടുള്ള ജൂതബന്ദികളെ ഇനി വിട്ടുകിട്ടുന്ന കാര്യം ഇസ്രായേൽ മറന്നേക്കൂ എന്നാണ് അൽ താനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ദോഹയിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി 6ഓളം പേരെ കൊലപ്പെടുത്തിയത്. ഹമാസിന് പിന്തുണയും പരിശീലനവും പണവുമെല്ലാം നൽകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ സേന മിന്നൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 6ഓളം ഹമാസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഖത്തർ ഹമാസിനെ പിന്തുണച്ചാൽ കൂടുതൽ ആക്രമണങ്ങൾ ഖത്തറിൽ നടത്തുമെന്നും നെതന്യാഹു ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഖത്തർ പ്രധാനമന്ത്രി അൽ താനി രംഗത്ത് വന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ദികളിൽ പലരും മരിച്ചിട്ടുണ്ട്. ചിലർ രക്ഷപ്പെടുകയും ചിലരെ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഏകദേശം 15ഓളം പേർ ഇപ്പോഴും ജീവനോടുകൂടി തന്നെ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അവരെ വിട്ടുകിട്ടുന്നതുവരെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ഖത്തർ രംഗത്ത് വന്നിട്ടുള്ളത്. ഖത്തർ ഒറ്റയ്ക്കല്ല, അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇസ്രായേലിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് തന്നെയാണ് അൽ താനി പ്രസ്താവിച്ചിട്ടുള്ളത്. ഖത്തറിൽ കടന്നു കയറി ആക്രമണം നടത്തിയ ഇസ്രായേലിനെ എന്ത് ശിക്ഷയായിരിക്കും ഖത്തർ നൽകുവാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. നന്ദി, താങ്ക് യു, നമസ്കാരം.